പാകിസ്ഥാനിൽ നടന്ന ഇറാൻ US സമാധാന ചർച്ച പരാജയപ്പെട്ടതോടെ പശ്ചിമേഷ്യയിലെ ഏറ്റവും തന്ത്രപ്രധാനമായ ജലപാത ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണത്തെ ചൊല്ലി പോർവിളികളിലാണ് USഉം ഇറാനും. ഹോർമുസ് കടലിടുക്കിൽ ഉപരോധം ഏർപ്പെടുത്തുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ പ്രസ്താവനയ്ക്ക് മറുപടിയായി എണ്ണ കയറ്റുമതി തടയാൻ അമേരിക്ക ശ്രമിച്ചാൽ ഹോർമുസ് കടലിടുക്കിലൂടെ മറ്റൊരു രാജ്യത്തേക്കും എണ്ണ കടത്തിവിടില്ല എന്ന് ഇറാൻ റവല്യൂഷണറി ഗാർഡ്സ് മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. ഇറാൻ US സംഘർഷം കൂടുതൽ രൂക്ഷമാകുമെന്ന് ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്. വൻ ശക്തി രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്ര പോരാട്ടങ്ങളും സൈനിക നീക്കങ്ങളും കേവലം 33 കിലോമീറ്റർ മാത്രം വീതിയുള്ള ഈ ഇടുങ്ങിയ കടൽപാതയെ ഇന്ന് ഒരു ഭീതിതമായ മരണമുനമ്പാക്കുമോ എന്ന ആശങ്കയാണ് സ്പോട്ട്ലൈറ്റ് പങ്കുവയ്ക്കുന്നത്. മരണച്ചുഴിയാകുമോ ഹോർമുസ്? ഇറാനും USഉം തമ്മിൽ ഇസ്ലാമാബാദിൽ നടന്ന ചർച്ചകളിൽ US പ്രധാനമായി മുന്നോട്ട് വച്ച 2 ഉപാധികളാണ് ഇറാൻ തള്ളിയത്. ഒന്ന്, ആണവ പദ്ധതി പൂർണ്ണമായും നിർത്തിവെക്കണം എന്നുള്ളതായിരുന്നു. നിലവിലെ ആണവ പദ്ധതി സൈനികേതരവും വൈദ്യുതിക്ക് വേണ്ടിയും ഉള്ളതായതിനാൽ അത് സാധ്യമല്ലെന്ന് ഇറാൻ വ്യക്തമാക്കി. ഹോർമുസ് കടലിടുക്കിൽ സ്വതന്ത്രമായ നാവിക ഗതാഗതം അനുവദിക്കണമെന്നതായിരുന്നു രണ്ടാമത്തേത്. ഈ ഘട്ടത്തിൽ അക്കാര്യം സമ്മതിച്ചു കൊടുത്താൽ തങ്ങളുടെ കയ്യിലെ തുറുപ്പുചീട്ട് നഷ്ടപ്പെടുമെന്നറിഞ്ഞ് ഇറാൻ അത് തള്ളി. 40 ദിവസത്തെ അക്രമം കഴിഞ്ഞിട്ടും ഇറാന്റെ നാവിക ശക്തി തകർക്കാൻ അമേരിക്കയ്ക്ക് സാധിച്ചിട്ടില്ലാത്തത് കൊണ്ട് തന്നെ അത് വെറുതെ വിട്ടുകൊടുക്കാൻ ഇറാൻ തയ്യാറല്ല. തങ്ങളെ ഒരു കാരണവശാലും ആക്രമിക്കില്ല എന്ന സുരക്ഷാ ഗ്യാരണ്ടിയാണ് ഇറാൻ ചർച്ചയിൽ പ്രധാനമായും ഉന്നയിച്ചത്. ഇറാൻ ആണവ പദ്ധതി നിർത്തിവെക്കുമെന്ന് ഉറപ്പു നൽകാത്തിടത്തോളം അത് സാധ്യമല്ലെന്ന് USഉം പ്രതികരിച്ചു. 40 ദിവസത്തെ ബോംബിംഗിലുണ്ടായ കനത്ത സാമ്പത്തിക നഷ്ടത്തിന് പരിഹാരം വേണമെന്ന് ഇറാൻ ആവശ്യപ്പെട്ടെങ്കിലും US അത് തള്ളുകയായിരുന്നു. USലും മൂന്നാം രാജ്യങ്ങളിലുമുള്ള ഇറാന്റെ നിക്ഷേപങ്ങൾ മരവിപ്പിച്ചിരുന്നത് ഉടൻ വിട്ടുകൊടുക്കണമെന്നുള്ള ആവശ്യവും അമേരിക്ക അംഗീകരിച്ചില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇസ്ലാമാബാദിൽ നടന്ന സമാധാന ചർച്ചകൾ പരാജയപ്പെട്ടതിനെ തുടർന്നാണ് ട്രംപ് ഹോർമുസ് കടലിടുക്കിൽ ഉപരോധ നീക്കം തുടങ്ങിയത്. തങ്ങളെ ആക്രമിക്കുകയോ സമാധാനപരമായി പോകുന്ന കപ്പലുകളെ വെടിവെക്കുകയോ ചെയ്താൽ അവരെ നരകത്തിലേക്ക് അയക്കുമെന്നാണ് ട്രംപ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത്. അതേസമയം അമേരിക്കൻ ഭീഷണിയെ പുച്ഛിച്ചു തള്ളിയ IRGC കടലിടുക്കിന്റെ പൂർണ്ണ നിയന്ത്രണം തങ്ങൾക്കാണെന്നും തങ്ങളുടെ സമുദ്രാതിർത്തി ലംഘിക്കാൻ ആരെയും അനുവദിക്കില്ല എന്നും എക്സിലൂടെ പറഞ്ഞു. തങ്ങളെ വെല്ലുവിളിക്കാൻ ശ്രമിക്കുന്ന ഏതു ശത്രുവിനെയും ഹോർമുസ് കടലിടുക്കിലെ മരണച്ചുഴിയിൽ കുടുക്കുമെന്ന് അവർ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞിരിക്കുന്നു. കടലിടുക്കിൽ വിന്യസിച്ചിരിക്കുന്ന അത്യാധുനിക കുഴിബോംബുകളെയും മിസൈൽ സംവിധാനങ്ങളെയും കുറിച്ചുള്ള സൂചനയായിരുന്നു മരണച്ചുഴിയിലൂടെ IRGC വെളിപ്പെടുത്തിയത്. അതേസമയം ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ നിക്ഷേപിച്ച മൈനുകൾ നീക്കം ചെയ്യാൻ അമേരിക്കൻ നാവികസേന ശ്രമം തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ 2 ദിവസമായി ഇറാൻ നാവികസേന ഹോർമുസിന് സമീപം മിസൈൽ പരീക്ഷണങ്ങളും ഡ്രോൺ നിരീക്ഷണങ്ങളും ഊർജിതമാക്കിയിട്ടുണ്ട്. ഇത് തങ്ങളുടെ പരമാധികാരം സംരക്ഷിക്കാനുള്ള തയ്യാറെടുപ്പിന് വേണ്ടിയാണെന്നാണ് ഇറാന്റെ ഔദ്യോഗിക വിശദീകരണം. ഹോർമുസ് പാതയിലൂടെ പോകുന്ന കപ്പലുകളുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഇറാൻ വലിയൊരു തുക ചെലവാക്കുന്നുണ്ടെന്നും അതുകൊണ്ട് തന്നെ കപ്പലുകളിൽ നിന്നും സുരക്ഷാ ടോൾ ഈടാക്കാൻ തങ്ങൾക്ക് അവകാശമുണ്ടെന്നും ഇറാൻ പാർലമെന്ററി അംഗങ്ങൾ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. ഓരോ ബാരൽ എണ്ണയ്ക്കും $1 വീതം ഈടാക്കാനാണ് ഇറാന്റെ നീക്കം. വലിയ കപ്പലിന് ഏകദേശം 18 കോടി രൂപയോളം ടോൾ വേണ്ടി വന്നേക്കും. അന്താരാഷ്ട്ര ഉപരോധങ്ങൾ മറികടക്കാൻ ചുങ്കത്തുക, ക്രിപ്റ്റോ കറൻസി, ചൈനീസ് യുവാൻ അതല്ലെങ്കിൽ ഇറാൻ കറൻസിയായ റിയാൽ എന്നിവയിൽ ഈടാക്കാൻ നടപടി തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. US ഡോളറിന്റെ ആധിപത്യം കുറയ്ക്കാനുള്ള ഈ നീക്കം അന്താരാഷ്ട്ര കപ്പൽ ഗതാഗത നിയമങ്ങളുടെ ലംഘനമാണെന്ന് അമേരിക്ക ആരോപിക്കുന്നു. ഇറാനിലേക്ക് ആയുധങ്ങൾ കൈമാറാനുള്ള നീക്കത്തിൽ നിന്നും ചൈന പിന്മാറണമെന്ന് ട്രംപ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആയുധങ്ങൾ നൽകിയാൽ ചൈന വലിയ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നും ട്രംപ് ഭീഷണി മുഴക്കിക്കഴിഞ്ഞു. പാകിസ്ഥാൻ തലസ്ഥാനമായ ഇസ്ലാമാബാദിൽ അമേരിക്കയും ഇറാനും തമ്മിൽ ചർച്ചകൾ പുരോഗമിക്കവെയാണ് ചൈന ആയുധങ്ങൾ എത്തിക്കുന്നത് എന്ന റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നതാണ്. അടുത്ത ഏതാനും ആഴ്ചകൾക്കുള്ളിൽ ചൈന പുതിയ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഇറാനിലേക്ക് അയക്കാൻ ഒരുങ്ങുകയാണെന്നും CNN റിപ്പോർട്ടുണ്ട്. ആയുധ കൈമാറ്റം സംബന്ധിച്ച വാർത്തകൾ ചൈന പൂർണ്ണമായും നിഷേധിക്കുകയും ചെയ്തു. മിഡിൽ ഈസ്റ്റിലെ സംഘർഷങ്ങൾ ലഘൂകരിക്കാനും സമാധാനം പുനഃസ്ഥാപിക്കാനും ലക്ഷ്യമിട്ട് മധ്യസ്ഥത വഹിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ മുന്നോട്ട് വന്നതും ഈ സാഹചര്യത്തിലാണ്. ഇറാൻ പ്രസിഡന്റ് മസ്ഔദ് പെസഷ്കിയുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിലാണ് പുടിൻ ഈ നിലപാട് അറിയിച്ചത്.
പശ്ചിമേഷ്യയിൽ നീതിയുക്തവും സുസ്ഥിരവുമായ സമാധാനം കൈവരിക്കുന്നതിന് നയതന്ത്രപരമായ ഒത്തുതീർപ്പുകൾക്കുള്ള മധ്യസ്ഥതകൾക്ക് റഷ്യ സന്നദ്ധമാണെന്ന് പുടിൻ പറഞ്ഞു. വെടിനിർത്തൽ ചർച്ചകൾക്കിടയിലും തെക്കൻ ലെബനനിൽ ഇസ്രയേൽ ആക്രമണം തുടരുന്നുണ്ട്. ഞായറാഴ്ച നടന്ന ആക്രമണത്തിൽ 19 പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. 42 ദിവസത്തിനിടെ 2200 പേരാണ് ഇസ്രയേലിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഇസ്ലാമാബാദിൽ നടന്ന സമാധാന ചർച്ചയിൽ ഇറാൻ ലെബനനിലെ വെടിനിർത്തൽ ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും അക്കാര്യം ഇസ്രയേലും ലെബനനും തമ്മിൽ സംസാരിച്ച് തീർക്കട്ടെ എന്നതായിരുന്നു യുഎസിന്റെ നിലപാട്. സൂയസ് കനാൽ വഴിയുള്ള ആഗോള വ്യാപാരത്തിന്റെ പ്രധാന കവാടമായ ചെങ്കടൽ യമനിലെ ഹൂതി വിമതർ നടത്തുന്ന ആക്രമണങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടുണ്ട്. ഇസ്രയേൽ ഗാസ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഇസ്രയേലുമായി ബന്ധമുള്ളതോ ഇസ്രയേലിലേക്ക് പോകുന്നതോ ആയ കപ്പലുകളെ ലക്ഷ്യം വെച്ചാണ് ഹൂതികളുടെ ആക്രമണം. എന്നാൽ ഇപ്പോ അമേരിക്കയുടെയും ബ്രിട്ടന്റെയും കപ്പലുകളെയും അവർ ആക്രമിക്കുന്നുണ്ടെന്നാണ് വിവരം. ഹോർമുസ് കടലിടുക്കിലെ സംഘർഷം കേവലം 2 രാജ്യങ്ങൾ തമ്മിലുള്ള അതിർത്തി തർക്കമല്ല, മറിച്ച് അത് ആഗോള സാമ്പത്തിക ഊർജ സുരക്ഷയെ ബാധിക്കുന്ന വലിയൊരു പ്രതിസന്ധിയാണ്. ഒരു വലിയ യുദ്ധത്തിന്റെ വക്കിൽ നിൽക്കുന്ന പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിച്ചില്ലെങ്കിൽ അത് ലോകത്തെ ദശകങ്ങൾ പിന്നിലേക്ക് നയിക്കുന്ന വലിയൊരു സാമ്പത്തിക തകർച്ചയ്ക്ക് കാരണമാകും. വൻ ശക്തികൾക്കിടയിലെ ഈ ബലപരീക്ഷണം കൂടുതൽ രൂക്ഷമായ യുദ്ധത്തിലേക്ക് വഴിമാറുമോ അതോ നയതന്ത്രത്തിലൂടെ പരിഹരിക്കപ്പെടുമോ എന്ന് ഉറ്റുനോക്കുകയാണ് ലോകം. സ്പോട്ട്ലൈറ്റ് മറ്റൊരു വിഷയമായി നാളെ വീണ്ടും ഇതേ സമയം.